ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇത് നിങ്ങളുടെ സ്വന്തം മനോജ് കെ ഫ്രം ചങ്ങനാശ്ശേരി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വരാനായിട്ടുള്ളൊരു മെയിനായിട്ടുള്ള കാരണം, ഈ വീഡിയോ തികച്ചും എൻ്റെ പ്രവാസി സുഹൃത്തുക്കളായിട്ടുള്ള ബഹ്റിനിലും സൗദി അറേബ്യയിലും അതുകൊണ്ട് UAE-ലും ഖത്തറിലൊക്കെയുള്ള പ്രവാസികളായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ 1996 ഞാൻ ആദ്യമായിട്ട് ഈ നാട്ടിൽ നിന്നും ബഹ്റിനിലേക്ക് പറിച്ചു നടന്നത്. ഏകദേശം അന്ന് തൊട്ട് 2025 സെപ്റ്റംബർ മാസം വരെ ഞാനവിടെ പ്രവാസ ജീവിതം നയിക്കുകയായിരുന്നു. ഏകദേശം ഒരു 27 വർഷം, 27 അല്ലെങ്കിൽ തൊട്ട് ഒരു 30 വർഷം അങ്ങനെ ലീവ് എല്ലാം കണക്കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ വളരെ ആകസ്മികമായിട്ടാണ് അവിടുന്ന് തൊഴിൽ നഷ്ടപ്പെട്ട് പെട്ടെന്നൊരു ദിവസം എല്ലാവർക്കും കൂടുമൊക്കെ എല്ലാം എടുത്ത് പെട്ടെന്ന് അവിടുന്ന് നാടുകയാണ് ഉണ്ടായത്. അപ്പം നാട്ടിലേക്ക് വരുന്ന സമയത്ത് തന്നെ എല്ലാ പ്രവാസികൾക്കും ഉണ്ടാകുന്നൊരു ടെൻഷനും എന്താ പറയുക, ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ ആയിട്ടാണ് ഞാനിവിടെ എത്തുന്നത്. അതായത് ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ഈ നാടുമായിട്ട് എങ്ങനെ പൊരുത്തപ്പെട്ടു പോകും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, അങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ നാട്ടിലേക്ക് കടന്നു വന്നതും. അതിനൊരു പരിഹാരമായിട്ട് പല കാര്യങ്ങൾ മനസ്സിലുണ്ടായെങ്കിലും നമ്മളിപ്പോൾ ഈ നാടുമായിട്ട് ബന്ധമില്ലാത്ത ഒരാളായതുകൊണ്ട് തന്നെ, വർഷങ്ങളോളം നാടുമായിട്ട് ബന്ധമില്ലാത്ത ഒരാളായതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ നിന്ന് ആ ഒരു ബുദ്ധിമുട്ടിലൊന്നും മുതിരാതെ ഇങ്ങനെ മാറിയിരിക്കുകയായിരുന്നു. എന്തായാലും ഞാൻ വീട്ടിൽ വന്ന ശേഷം വീടിൻ്റെ പെയിൻറ്റിങ് തന്നെയൊക്കെ ചെയ്തു. ഒരു 1.5 മാസം അതിനുവേണ്ടി തന്നെ ഒരു 10,200-1300 സ്ക്വയർ ഫീറ്റുള്ള വീടിൻ്റെ കംപ്ലീറ്റ് പെയിൻറ്റിങ് ഞാൻ തന്നെ ചെയ്തു. അതിൻ്റെ ബൗണ്ടറി വാള്, ഗേറ്റ്, അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് ടൈമൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയി. അപ്പം അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് അത് മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയില്ല. ബിക്കോസ് ഗൾഫിലായിരുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ജോലിയൊന്നും ഭയങ്കരമായിട്ട് ഹാർഡ് വർക്കൊന്നും ചെയ്ത് ശീലം തുടക്ക സമയത്തുണ്ടായിരുന്നെങ്കിലും ഈ കഴിഞ്ഞ 5 വർഷമായിട്ട് അങ്ങനെ ഒരു ഹാർഡ് വർക്കായിട്ടുള്ള ജോലികളൊന്നും ചെയ്തുള്ള ശീലമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ഈ കാര്യങ്ങൾ ചെയ്തപ്പം കുറച്ച് ശാരീരികമായ അസ്വസ്ഥങ്ങളൊക്കെ ഫീൽ ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു അവസാന ഘട്ടത്തിലേക്ക് അടുക്കുന്ന ഘട്ടത്തിലാണ് പെട്ടെന്ന് അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു തൊഴിലിലേക്ക് കടക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഇവിടെ വന്നതിന് ശേഷം പല സ്ഥലങ്ങളിലും ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമം നടത്തിയായിരുന്നു. ഇപ്പോൾ എൻ്റെ ഏജ് എന്ന് പറയുന്നത്, ഞാൻ 1977 മോഡലാണ്. അപ്പം ഒരു 48-49 വയസ്സ് ഉണ്ടാവും. അത്യാവശ്യം ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, അറബിക്, അങ്ങനെ അത്യാവശ്യമുള്ള ഭാഷകളൊക്കെ അത്യാവശ്യം വഴങ്ങും, സംസാരിക്കും. അപ്പോൾ ആ ഒരു കോൺഫിഡൻസൊക്കെ ആയിട്ടാണ് നമ്മളിവിടെ വന്നൊരു ബയോഡേറ്റയൊക്കെ തയ്യാറാക്കി ഇവിടെയുള്ള ഒട്ടനവധി സ്ഥാപനങ്ങളിലേക്ക് ഞാൻ എൻ്റെ ബയോഡേറ്റ അയക്കുകയും കുറേ പേരൊക്കെ എന്നെ ഇൻ്റർവ്യൂവിന് വിളിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ എല്ലാവരും എൻ്റെ ഇൻ്റർവ്യൂവും കഴിഞ്ഞ ശേഷം എൻ്റെ ബയോഡേറ്റയൊക്കെ വായിച്ചു. എന്നെ പേഴ്സണൽ ഇൻ്റർവ്യൂ ചെയ്ത ശേഷം പോയി പറഞ്ഞു, നിങ്ങളുടെ ഏജ് ഓൾറെഡി ഓവറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ പ്രകാരം ഇത്രയും ഏജ്ഡായിട്ടുള്ള ഒരാളെ ജോലിക്ക് വെക്കാനായിട്ട് കഴിയില്ല എന്ന് അവരെന്നോട് എന്താ പറയുക, അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറഞ്ഞു. കാരണം നമ്മളൊരു റിട്ടയർമെൻറ്റ് പീരീഡിലാണ് ഇവിടെ എത്തിയെങ്കിലും ജോലി ചെയ്യാനുള്ള മനസ്സും കരുത്തും നമുക്കുള്ളതുകൊണ്ട് തന്നെ വെറുതെ ഇരിക്കാനായിട്ട് നമുക്ക് താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനായിട്ട് പുതിയ മേഖലകൾ അന്വേഷിച്ചു നടന്നു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ജിയോ മാർക്കറ്റ്, നമ്മുടെ അംബാനിയുടെ ജിയോ മാർക്കറ്റിലെ ഡെലിവറി വിഭാഗത്തിലേക്ക് ജോലിക്ക് വേണ്ടി പോകുന്നു. വളരെ മനോഹരമായിട്ട് ആ സംഭവം ഒരു 2 മാസമോ 2.5-3 മാസമായിട്ട് ഞാൻ അവിടെ ജോലി ചെയ്തു. അവിടെ ചില ഉൾപ്പാട്ടിപ്പോരും
അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കൊണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് പെട്ടെന്ന് മാറിയിട്ട് വേറൊരു ഡെലിവറി സ്ഥാപനത്തിലേക്ക് ജോലി കയറി ഇപ്പോൾ അവിടെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ കമ്പയർ ടു ജിയോ മാർട്ട് ഇപ്പോൾ ഉള്ള സൊമാറ്റോയിലാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആർക്കും മറുപടി ഒന്നും കൊടുക്കണ്ട. നമ്മൾ ജോലി ചെയ്യാൻ പോകുന്നത് എത്ര മണിക്കൂർ നമുക്ക് നാളെ ജോലി ചെയ്യണമെന്നുള്ളത് നമ്മൾ മുൻകൂട്ടി 2 ദിവസം മുമ്പെയോ അല്ലെങ്കിൽ തലേ ദിവസമോ നമ്മൾ പ്ലാൻ ചെയ്ത് നമുക്ക് എത്ര സമയം ജോലി ചെയ്യാം അതിനെ ബേസ് ചെയ്ത് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുക. ആ റിക്വസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അടുത്ത ദിവസം ജോലി ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ മനോഹരമായിട്ട് ഇന്ന് വരെ പോകുന്നു. അപ്പോൾ ഞാൻ പറയാൻ വന്നത് ഇതൊന്നുമല്ല. അതായത് ഒരു 10-35,000 രൂപ ശമ്പളം ഗൾഫ് രാജ്യങ്ങളിൽ സാലറി ആയിട്ട് എടുക്കുന്ന ആളുകൾ ആയിട്ടുള്ള സുഹൃത്തുക്കളായിട്ടുള്ള എൻ്റെ പ്രിയ കൂട്ടുകാർക്ക് ഒരു ചെറിയൊരു അറിവിലേക്ക് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. അതായത് ഇപ്പം ഗൾഫിൽ ഇറാൻ, പിന്നെ ഇസ്രയേൽ, അമേരിക്ക വാർ, ആ ഒരു പിന്നെ അച്ചുതണ്ടിൻ്റെ വാർ വളരെ മോശമായ രീതിയിൽ കൂടെ അത് കടന്നു പോവുകയാണ്. എപ്പോഴും എന്തും സംഭവിക്കാം. ആർക്കും നാളത്തെ പറ്റി പ്രൊജക്റ്റ് ചെയ്യാനോ പിന്നെ പ്രെഡിക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് സംഭവിക്കുന്നത് ആർക്കും ഒരു കാര്യങ്ങളും പ്രവചനാതീതമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുവേ ഗൾഫിലേക്ക് ചേക്കേറിയ എല്ലാ മലയാളികളും വളരെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ്. നാട്ടിൽ അവർ ചെയ്യത്തില്ലെങ്കിലും പക്ഷേ ഒരുപക്ഷെ ഗൾഫിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യങ്ങളിലേക്കോ കടന്നു വന്നു കഴിഞ്ഞാൽ അവർ വളരെയായിട്ട് സിൻസിയറായിട്ട് അവരെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ വളരെ സിൻസിയറായിട്ട് കമ്മിറ്റഡായിട്ട് ചെയ്യുന്ന ഒരു ജനവിഭാഗമാണ് ഗൾഫിലുള്ള പിന്നെ ഞാൻ അറിയുന്ന എൻ്റെ സുഹൃത്തുക്കളും പിന്നെ മറ്റുള്ള ആളുകളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരോട് ഞാൻ പറയുകയാണ്, ഒരു 10-35,000 രൂപ ശമ്പളം അവിടെ മേടിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ മാതൃരാജ്യത്തേക്ക് കടന്നു വരാം. എന്നിട്ട് നിങ്ങളുടെ സ്വന്തം കുടുംബത്തോടൊപ്പം കുട്ടികളോടൊപ്പം ഒക്കെ സന്തോഷമായിട്ട് ഇവിടെ ജീവിക്കാം. നമ്മൾ അവിടെ എടുക്കുന്നതിൻ്റെ പകുതി എഫേർട്ട് ഇവിടെ എടുത്താൽ മതി. ഇതേപോലെ ഒട്ടനവധി ഡെലിവറി ആപ്സുകൾ ഇവിടെയുണ്ട്. സൊമാറ്റോ, അതുപോലെ സ്വിഗ്ഗി, പിന്നെ ജിയോ മാർട്ട്, പിന്നെ ഇൻസ്റ്റമാർട്ട്, അങ്ങനെ വിരലിലെണ്ണാൻ പറ്റാത്ത രീതിയിലുള്ള ഒട്ടനവധി ഡെലിവറി ആപ്സുകൾ ഇവിടെയുണ്ട്. ഒരു 10 മണിക്കൂർ 12 മണിക്കൂർ നിങ്ങൾക്ക് ജോലി ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒരു 2000-ൽ കുറയാത്ത ഒരു എമൗണ്ടുമായിട്ട് നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാം. അതായത് ഏകദേശം ഒരു 50,000 to 60,000 രൂപ മാസം നിങ്ങൾക്ക് സാലറി ആയിട്ട് സ്വന്തം നാട്ടിൽ നമ്മൾ ജനിച്ചു വളർന്ന വീടിൻ്റെ സമീപത്തിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് സമാധാനമായിട്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങാം. അപ്പോൾ അതിൻ്റെ തെളിവുകൾ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ പുറകെ എൻ്റെ കൂടെ വീഡിയോയ്ക്ക് ശേഷം ഞാൻ അതിനകത്ത് അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതിനുവേണ്ടി നമുക്ക് വേണ്ടത് ആകെയുള്ളത് നല്ലൊരു ഇലക്ട്രിക് സ്കൂട്ടർ അല്ലെങ്കിൽ മൈലേജുള്ള നല്ലൊരു ബൈക്ക്, ഒരു 100-80 ഒക്കെ അടുത്തുള്ളൊരു ബൈക്ക്, പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ്, പിന്നെ നന്നായിട്ട് സംസാരിക്കാനും മിതമായിട്ടും മെച്യൂറായിട്ടും സംസാരിക്കാനുള്ളൊരു കഴിവ്, പിന്നെ പേഷ്യൻസ് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ആറ്റിറ്റ്യൂഡ് സിംഹങ്ങളായ ഒട്ടനവധി മലയാളികൾ അധിവസിക്കുന്ന ഒരിടത്തേക്കാണ് നമ്മൾ ഡെലിവറിക്കായിട്ട് പോകുന്നത്. അപ്പോൾ അവരോട് ചിരിച്ചുകൊണ്ട് അവരുടെ മോശമായിട്ടുള്ള സ്വഭാവങ്ങളൊക്കെ നമ്മൾ ചെറിയ പുഞ്ചിരിയുടെ മെമ്പൊടിയിൽ അതെല്ലാം എന്താ പറഞ്ഞാൽ ഫേസ് ചെയ്യാനുള്ളൊരു കരുത്തും കേട്ടാണ് നമ്മൾ ഈ ജോലിക്ക് പോകാനുള്ളത്. പിന്നെ മടിയന്മാരായിട്ടുള്ള അല്ലെങ്കിൽ അലസന്മാരായിട്ടുള്ള മലയാളികളുള്ളിടത്തോളം കാലം ഇഷ്ടംപോലെ ഓർഡറും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗം ഇറാൻ്റെയും അമേരിക്കയുടെയൊക്കെ വെടിയുണ്ടയ്ക്ക് പാത്രമാകാതെ എല്ലാവരും സ്വന്തം മാതൃരാജ്യത്തേക്ക് അല്ലെങ്കിൽ നമ്മൾ ജനിച്ചുള്ള നാടത്തേക്ക് തിരിച്ചു വരിക. ഇവിടെ ഇതല്ലെങ്കിൽ ഒട്ടനവധി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകളായതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും വളരെ വേഗത്തിൽ ഇവിടെയായിട്ട് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും മടങ്ങി വരിക. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ പിന്നെ ഡെലിവറി മേഖലകളിലോ അല്ലെങ്കിൽ ഒട്ടനവധി മേഖലകളിലൂടെ തുറന്നു കിടപ്പുണ്ട്. പക്ഷേ ജോലി ചെയ്യണം എന്ന് മാത്രം, ചെയ്യുന്ന ജോലി വളരെ ആത്മാർത്ഥതയോടെ കൃത്യതയോടെ എന്ത് ജോലിയായാലും അത് വളരെ അഭിമാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി ചെയ്യുക. തീർച്ചയായിട്ടും ചെയ്തു കഴിഞ്ഞാൽ അതിന് പ്രതിഫലം ഉണ്ടാവും. ഏകദേശം 30 വർഷം ബഹ്റിനിലും സൗദി അറേബ്യയിലും UAE ഒക്കെ ആയിട്ട് ജീവിതം പിന്നെ
എന്താ പറയുക കൊണ്ടുകിടന്ന ഒരു പ്രവാസി, ഒരു സാധുവായ പ്രവാസിയാണ് ഞാൻ. അപ്പോൾ എൻ്റെ അനുഭവത്തിന് വിളിച്ചതിനാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ എല്ലാവരും തിരിച്ചു വരിക. നമ്മുടെ നാട് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് എല്ലാവർക്കും ഉണ്ട്. അപ്പം പിന്നെ ഈ യുദ്ധം ഭീതി അവിടെ നിൽക്കുന്നുണ്ട് തന്നെ ഞാൻ അറിവ് പ്രകാരം ഇപ്പം ബഹ്റൈനിലെ ഒട്ടുമിക്ക സ്ഥലത്തും അവർ ബോംബിങ്ങൊക്കെ നടത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവരുടെ അടുത്ത് ഉന്നമെന്ന് പറയുന്നത് സൗദി അറേബ്യയുടെയും ബഹ്റൈനെയും ബന്ധിപ്പിക്കുന്ന പാലമാണ്. അതും കൂടെ ഏത് സമയം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ബഹ്റൈന് പുറം ലോകമായിട്ട് യാതൊരു കണക്ടിവിറ്റി ഉണ്ടാകത്തില്ല. അപ്പോൾ ഞാൻ എസ്പെഷ്യലി ഈ പറയുന്ന വീഡിയോ എന്ന് പറയുന്നത് ബഹ്റൈനിലുള്ള എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ്. എത്രയും വേഗം നിങ്ങൾ അവിടുന്ന് മടങ്ങി വരിക, സ്വന്തം നാട്ടിൽ പിന്നെ അഭയം പ്രാപിക്കുക, അല്ലെങ്കിൽ അവിടെ സെറ്റിലാവുക. അതിന് നമ്മളെ ഭയപ്പെടുന്ന, നമുക്ക് പണ്ട് തൊട്ടുള്ള എല്ലാവർക്കും ഉണ്ടാകുന്നതുകൊണ്ടൊരു ഭയപ്പാട് എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ഓൾറെഡി സെറ്റാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കും എൻ്റെ ഒരു പാത പിന്തുടരാം. ഇവിടെ ഇഷ്ടംപോലെ ഓപ്പറേഷൻസ് ഉണ്ട്. നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ അതിൻ്റെ പ്രതിഫലവും നമുക്ക് ലഭിക്കും. കഴിഞ്ഞ മാസം ഞാൻ ഏകദേശം ഒരു 42,000-43,000 രൂപ മാർച്ചിൽ ഞാൻ സാലറി ആയിട്ട് എടുത്തു. അതിനകത്ത് ഒരു 7-8 അല്ലെങ്കിൽ 10 ദിവസത്തിൽ കുറേ ദിവസം ഞാൻ അവിടുന്ന് ഓഫ് കൊടുത്തായിരുന്നു. അപ്പോൾ നമ്മളൊരു ഫുൾ മാസം വർക്ക് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 50,000-60,000 അടുത്തുള്ള എമൗണ്ട് നമുക്ക് പിന്നെ ആത്മാഭിമാനത്തോടെ സാലറി ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് ശേഷം പിന്നെ അറ്റാച്ച് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മടങ്ങി വരിക. നമ്മുടെ നാട് ഒത്തിരി മാറി, എല്ലാം കൊണ്ട് ഒത്തിരി മാറി. സത്യത്തിൽ ഞാനിവിടെ വന്നതിന് ശേഷം എനിക്കിവിടെ ഒക്കെ കണ്ടിട്ടും ആളുകളുടെ സംസാരവും പെരുമാറ്റവും പിന്നെ അവരുടെ എന്താ പറയുക ലക്ഷറി ലൈഫ് കണ്ടിട്ട് ഞാനാകെ വല്ലാതെ പിന്നെ ഒന്നും ഷോക്ക്ഡായിപ്പോയി. അപ്പം ഇവിടെ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, ചെയ്യുന്ന ജോലി വളരെ സിൻസിയറോടുകൂടിയും പിന്നെ ആത്മാർത്ഥതയോടും കൂടി ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ അവസരമുണ്ട്. എല്ലാവരും മടങ്ങി വരിക, സ്വന്തം പിന്നെ പിറന്ന മണ്ണിൽ പിന്നെ എത്രയും വേഗം സെറ്റിലാവുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. ജയ് ഹിന്ദ്.